നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ കാര്യത്തിലും അച്ഛൻ അവളെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ അവക്ക് ഇത്ര ധൈര്യം. അതിന് അവൾ ആവശ്യമില്ലാത്ത എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അപ്പൊ ഇത്രയായിട്ടും അച്ഛനത് മനസ്സിലായില്ലേ? പിന്നെ പോലീസുകാർ അർച്ചനെ കൊണ്ടുപോയത് എന്തിനാന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നെ? ഇവളെ നിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമ്പോ നിന്റെ സന്തോഷം കാണാൻ ഒപ്പം വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് നിർബന്ധമായിരുന്നു. ഇനി നിന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ ഒരാളും കൊണ്ടുപോവില്ല. അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനോടുള്ള ആത്മബന്ധം എത്ര വലുതാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ അർച്ചന നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, സച്ചിയോടാ. ഇയാളാ ഇതിനു വേണ്ടി ഓടിയതല്ല, ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ, ഞങ്ങൾ ഇറങ്ങട്ടെ. 3 പേരും കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരാം. ഞങ്ങൾ തീർച്ചയായിട്ടും വരും. വാ കാർത്തേട്ടാ. ഇനി നിന്റെ മാത്രം മകളാ ഇവള്. ഞാൻ ഇവളുടെ അച്ഛനും. നമുക്ക് വീട്ടിലേക്ക് പോവാം. തന്നെ പോലീസ് കൊണ്ടുപോയ ടെൻഷനിലായിരിക്കും അവിടെ എല്ലാവരും. പോവാൻ സച്ചേട്ടാ. പക്ഷേ ആദ്യം നമുക്ക് പോകേണ്ടത് വീട്ടിലേക്കല്ല. നമുക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരിടം വരെ പോണം. എവിടെ? അതൊക്കെ പറയാം. സച്ചേട്ടൻ വാ. അർച്ചന, എങ്ങോട്ടാ പോണ്ടത്? പറയാം സച്ചേട്ടാ. വണ്ടി എടുക്ക. കേറ്. അർഹതപ്പെട്ടവരുടെ കൈ തന്നെയാ ദൈവം ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. ഈശോയെ, ആ കുഞ്ഞിനെ അവരെയും കാത്തോളണമേ. എന്തായി മോളെ? വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല അച്ഛാ. സച്ചേട്ടന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അവരിനി പോലീസ് സ്റ്റേഷനിൽ തന്നെ ആവോ? എനിക്കൊന്നും അറിയില്ല അച്ഛാ. എന്തോ പ്രശ്നമുണ്ട്. അച്ഛാ, കുഞ്ഞു കരയുന്നു. ഞാനിപ്പോ വരാം. സച്ചേട്ടന്ന് വേഗം പോവും. എവിടേക്ക് നമ്മൾ പോകുന്നേ? അതൊക്കെ ഞാൻ പറയാം. ദേ, ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടെടുക്കേ. അല്ല, ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ലേ? നമ്മൾ അങ്ങോട്ട് തന്നെ സച്ചേട്ട പോകുന്നത്. അമ്പലം ഇപ്പൊ അടച്ചു കാണും. അമ്പലം അടച്ചാലും ദൈവം അവിടെ തന്നെ ഉണ്ടല്ലോ. ദേ, അവിടെ നിർത്ത.
ഞാൻ പറഞ്ഞില്ലേ, അമ്പലനട അടച്ചു. അത് സാരമില്ല സച്ചേട്ടാ. എന്റെ മോളെ തിരിച്ചു കിട്ടിയ ആദ്യം ഇവിടെ കൊണ്ടുവന്ന ദേവിക്ക് സമർപ്പിക്കാന്ന് ഞാൻ നേർച്ച നേർന്നതാ. ഇനി ദേവി ഇവളെ കാത്തോളും. എന്റെ ദേവി, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്റെ മോളെ തിരിച്ചു തന്നു. ഈ തിരുമുൻപിൽ ഞാൻ എന്റെ മോളെ സമർപ്പിച്ചിരിക്കുക. ഇനി നീയാ ഇവളുടെ രക്ഷ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദേവി, അർച്ചനയുടെ ഈ സന്തോഷം ഒരിക്കലും അവൾക്ക് നഷ്ടപ്പെടരുതേ. അതിനുവേണ്ടി ഞാൻ എന്ത് വഴിപാട് നടത്താം. ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തോളണേ. എന്റെ മോളെ കാണാതെ നെഞ്ചു പൊട്ടിപ്പോയ സമയത്തൊക്കെ എന്റെ ഉള്ളിൽ ശക്തിയായിട്ട് നിറഞ്ഞു നിന്നത് ഈ ദേവിയ. ദേവിക്ക് മനസ്സിലായി താൻ നമ്മുടെ മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാ ഇവളെ തനിക്ക് തിരിച്ചു തന്നത്. ഇനി ഇവള് നമ്മുടേത് മാത്രം. നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ എല്ലാരും നമ്മളെ കാത്തിരിക്കായിരിക്കും. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ കാര്യം ഞാനിതുവരെ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അവർക്കിതൊരു സർപ്രൈസ് ആയിരിക്കും. താൻ വാ. വാ. അച്ഛനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിട്ടാ ഇതുപോലെ ഇരിക്കും. എല്ലാ കാര്യത്തിലും അച്ഛൻ അവളെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ അവക്കിത്ര ധൈര്യം. അതിന് അവൾ ആവശ്യമില്ലാത്ത എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അപ്പൊ ഇത്രയായിട്ടും അച്ഛനത് മനസ്സിലായില്ലേ? പിന്നെ പോലീസുകാർ അർച്ചനെ കൊണ്ടുപോയത് എന്തിനാന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.